ഹലോ ഫ്രണ്ട്സ്, മുല്ലപ്പൂവിനൊക്കെ എന്താ വിലയല്ലേ. അപ്പോൾ ഒട്ടും ചിലവല്ല, എന്നാൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് സൂപ്പറായിട്ട് മുല്ലപ്പൂ ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെയാണെന്നല്ലേ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ ടിഷ്യൂ പേപ്പറും കൊണ്ട് എല്ലാവരും ഇപ്പം വീഡിയോ എടുത്തിടുന്നില്ലേ. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എനിക്ക് ഇത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്കൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഇതുപോലെയൊക്കെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അതിൻ്റെ മെത്തേഡ്സൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിൻ്റെ മെത്തേഡ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഏതാണ്ട് ഞാൻ ഇച്ചിരി കട്ട് ചെയ്ത് തോന്നാൻ വേണ്ടി ഒറ്റ ഇതിലിന് പകരം 2 ഇതിലായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. പല രീതികളുണ്ട് കേട്ടോ ആ ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുക. ഞാനിവിടെ മാർക്കർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ടാപ്പ് ചെയ്ത് കൊടുത്തപ്പം ആ ഒരു ഇത് കിട്ടി കേട്ടോ. പിന്നെ പെയിൻറ്റ് വെച്ച് ചെയ്യാം, ഗ്ലൂ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് കോർത്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ ഒരു കൈ നല്ലോണം സൂചി കൊണ്ട് കയറി, കുറച്ചൊരു എന്താ പറയുക കട്ടിയാണ് അതിന്. അതുകൊണ്ട് ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്, ഇതാണ് കേട്ടോ. കണ്ടാൽ പറയൂ. പക്ഷേ എന്താ, ഒരുപാട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് മെനക്കെടണം. ഇച്ചിരി മെനക്കെടാനും കൂടെ ഉള്ള ബുദ്ധിയല്ലല്ലോ, ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയണേ.